ഇന്നത്തെ ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. കുക്കിംഗ് എന്ന് പറയുമ്പോൾ പണ്ട് എൻ്റെ വീട്ടിൽ അമ്മയൊക്കെ ഉണ്ടാക്കി തന്നിരുന്ന ചെറുപ്പത്തിൽ കേട്ടോ, എപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ സ്ഥിരം ആ കറി തന്നെയായിരിക്കും. അപ്പോൾ അതാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതേ പരിപ്പൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കുക്കറിലേക്ക് ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ പരിപ്പ് കറിയാണെന്ന് മനസ്സിലായി കാണുമല്ലോ അല്ലേ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഓ ഇത്ര വലിയ കാര്യമായിട്ട് പറഞ്ഞത് ഈ സാധനം ഉണ്ടാക്കാനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ടത്തെ അന്ന് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ വീട്ടിലൊക്കെ എപ്പോഴും പരിപ്പ് കറിയായിരുന്നു. പരിപ്പ് കറി തന്നെ പരിപ്പ് കറി ആയിരുന്നു. അപ്പോൾ പിന്നെ ഇന്ന് അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടത് കണ്ടില്ലേ, ഇച്ചിരി കൂടി പോയെന്നൊരു ഡൗട്ടില്ലേ, എനിക്കും തോന്നിയത്. അല്ലെങ്കിൽ ഞാൻ എവിടെ തൊട്ടാലും അങ്ങനെയാണ്. എന്തായാലും അങ്ങനെ ഇരിക്കട്ടെ, കാച്ചുമ്പനി മഞ്ഞൾപ്പൊടി ഇടണ്ടല്ലോ. അപ്പോൾ അത് അടുപ്പത്തേക്ക് കയറ്റിയിട്ട് വേണം നമ്മുടെ വെളുത്തുള്ളി ചുവന്നുള്ളി സംഭവങ്ങളൊക്കെ നന്നാക്കാൻ വേണ്ടിയിട്ട്. വലിയ പാടുള്ള പണിയൊന്നുമല്ലെന്ന്, എന്നാലും ഞാൻ പറയുമ്പോൾ ഇച്ചിരി പാടിയിൽ അങ്ങനെ പറയണതാണ്. പിന്നെ ദേ ചുവന്നുള്ളി നന്നാക്കി തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മൾ അടുത്തത് ഉള്ളി നന്നാക്കണം കേട്ടോ. ഉള്ളി, പിന്നെ വെളുത്തുള്ളി, പിന്നെ വേപ്പില, അത്രയൊക്കെയാണ് വേണ്ടത്. പിന്നെ വേറെ ഒന്നുമില്ല, പരിപ്പ് കുത്തിക്കാച്ച, സിമ്പിൾ. പരിപ്പ് കുത്തിക്കാച്ചിയതും ഉണക്കമീൻ വറുത്തതുമാണ് എപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ പണ്ടൊക്കെ എപ്പോഴും അത് തന്നെയായിരുന്നു. അന്നൊക്കെ പട്ടിണിയും ദാരിദ്ര്യമൊക്കെ ആണല്ലോ. അപ്പോൾ അങ്ങനത്തെ ആ കറിയാണ് മിക്കപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ വെക്കാറ് കേട്ടോ. അപ്പോൾ അതെന്ന് പറയുമ്പം നല്ല ടേസ്റ്റ് ആയിരുന്നു. കാരണം നമുക്ക് വിശപ്പും കാര്യങ്ങളൊക്കെ അപ്പം ഉണ്ടല്ലോ, എപ്പോഴും തിന്നാൻ. ഇന്നത്തെ മാതിരി എപ്പോഴും തിന്നാനും കുറേ പലഹാരങ്ങളും കുറേ സാധനങ്ങളും അങ്ങനെയൊന്നും കിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ ഇപ്പോഴത്തെ മാതിരി കാലത്ത് ഒരു കറി, ഉച്ചയ്ക്ക് ഒരു കറി, വൈകുന്നേരം ഒരു കറി, ഇങ്ങനെയൊന്നും ഇല്ല. ഒറ്റ ഒരു കറി വയ്ക്കുക തന്നെ എല്ലാ നേരമൊക്കെ കഴിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് നമുക്കന്ന് ഭയങ്കര വിശപ്പും ഒക്കെ ഉള്ളതുകൊണ്ടും ആ ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇപ്പം എന്ന് വെച്ചാൽ 3 നേരത്തിന് 6 നേരവും ഫുഡ് കഴിക്കും. അതുകൊണ്ട് പിന്നെ ഇതൊക്കെ വലിയ ടേസ്റ്റായിട്ട് തോന്നില്ല. എന്നാലും നമുക്ക് എന്തായാലും ഉണ്ടാക്കി നോക്കാം. ഇനി എൻ്റെ അമ്മ വയ്ക്കണമാരൊക്കെ അതായിട്ട് വരുമെന്നൊന്നും എനിക്കറിയില്ല. ട്രൈ ചെയ്യാനേ നമ്മളുടെയൊക്കെ ട്രൈ ആണല്ലോ. പിന്നെ എൻ്റെ ട്രൈ ഒക്കെ നിങ്ങൾക്കറിയാലോ, ശരിയാവാറൊന്നും ഇല്ല. എന്നാലും ഇതൊക്കെ നമുക്ക് സിമ്പിൾ പരിപാടിയല്ലേ. വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് പ്രശ്നം, അതൊന്നും ശരിയാവില്ല. അപ്പോൾ ഉള്ളി നന്നാക്കിക്കൊണ്ടിരിക്കണം കേട്ടോ ഞാൻ. ഉള്ളിയും വെളുത്തുള്ളിയും നന്നാക്കിയിട്ട് നമ്മൾ ഇന്ന് ചതച്ച് എടുക്കണം. ചതച്ചെടുത്തിട്ട് നമ്മളത് കാച്ചാം. അപ്പോൾ പരിപ്പ് കുത്തി കാച്ചതെന്ന് പറയുന്നത് ഈ ഉള്ളി ഇട്ട് ഇങ്ങനെ കുത്തണോണ്ടാണോ, അത് നമ്മൾ കുത്തുമുളക് ഇടണോണ്ടാണോ, അതൊന്നും എനിക്കറിയില്ല. ഞങ്ങളൊക്കെ അങ്ങനെയാണ് പറയാറ്, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു. അതിൻ്റെ കൂടെ നമ്മൾ ഉണക്കമീനും വറുക്കുന്നുണ്ട്. അപ്പോൾ ഉണക്കമീൻ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അതെടുത്ത് നന്നാക്കിയിട്ട് അതും വറുക്കാം. അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി. ഇനി ഉള്ളി നന്നാക്കണം. പണ്ടൊക്കെയാണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലെപ്പോഴും ഈ കറിയൊക്കെ എപ്പോഴും വയ്ക്കും. എൻ്റെ കണ്ണരിയുണ്ട്, എനിക്കിത് അത് ഭയങ്കര ഇഷ്ടമില്ലാത്ത പരിപാടിയാണ്. ഈ സവോള അരിയിൽ ഉള്ളി നന്നാക്കൽ, മുറ്റടിക്കൽ, അലക്കൽ, മിക്ക പണി എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല, എന്നാലും ചെയ്യാൻ. അപ്പോൾ പിന്നെ ചുവന്നുള്ളി നന്നാക്കി, ഇനി വെളുത്തുള്ളി ഇട്ടാ. അപ്പം എന്നിട്ട് പറഞ്ഞാൽ വീട്ടിൽ എപ്പോഴും ഈ കറിയൊക്കെയാണ് വെക്കൽ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ എൻ്റെ അപ്പം മീൻ കച്ചവടം തുടങ്ങി. അപ്പോൾ പിന്നെ വീട്ടിലെപ്പോഴും മീനാണ്, മീൻ തന്നെ ചേരണം. കുറേ മീൻ വറക്കും, കുറേ കറി വയ്ക്കും. അപ്പോൾ വീട്ടിൽ നല്ല മീനൊക്കെ കിട്ടുമ്പം അപ്പം കുറച്ച് വീട്ടിലേക്ക് എടുത്ത് വയ്ക്കും. പിന്നെ കച്ചവടം കഴിഞ്ഞ് കഴിയുമ്പോൾ ബാലൻസ് എന്തെങ്കിലും വരണമെങ്കിൽ അതും. അപ്പം ഉള്ളി വെളുത്തുള്ളിയൊക്കെ നന്നാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അയ്യോ ഇച്ചിരി കൂടി ഉണ്ട്. ഇനി ഇതൊക്കെ നമുക്ക് കഴുകി എടുക്കാം. നന്നാക്കിയിട്ടുള്ളൂ, കഴുകി എടുക്കണം. എന്നിട്ട് ചതച്ചെടുക്കണം. പിന്നെ വെളുത്തുള്ളിയൊക്കെ ഞാൻ തൊലിയൊന്നും കളഞ്ഞിട്ടില്ല, പിന്നെ തലയും കാലും കട്ട് ചെയ്ത് കളഞ്ഞിട്ടുള്ളൂ. അതൊക്കെ മതി. അങ്ങനെയൊക്കെ ഞാൻ ഇടുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെയൊക്കെ ചതച്ചെടുക്കാൻ പോകണം. അപ്പോൾ ചതച്ചിട്ട് കാണാം. ചതയ്ക്കാനായിട്ട് നമുക്ക് ഹെൽപ്പറുണ്ട് ഉണ്ടോ. അപ്പം ഇവനെ വെച്ച് നമുക്ക് ഇതിനൊക്കെ ചതച്ച് അടിപൊളിയാക്കി എടുക്കാം. അപ്പോൾ വേപ്പില പൊടിക്കാൻ ഓടിപ്പോയതാട്ടാ. വേപ്പില കൊണ്ടുവന്നിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ, അല്ല ഇഞ്ചി പോട്ടെ, ഉള്ളി വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട്. വേപ്പിലുണ്ട്. അപ്പോൾ പരിപ്പിലേക്കുള്ള എല്ലാ സാധനങ്ങളായി. ഇനി അടുത്തത് നമുക്ക് ഉണക്കമീൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ക്ലീനാക്കി കഷ്ണിച്ച് എടുക്കാം. അപ്പോൾ ചിലവരൊക്കെ ഉണക്കമീൻ അങ്ങനെ തന്നെ അങ്ങനെ പൊളിച്ച് ഇതൊക്കെ കളഞ്ഞിട്ട് വൃത്തിയാക്കിയിട്ട് കട്ട് ചെയ്യാണ്ട് ഇങ്ങനെ വറക്കൂലേ, അങ്ങനെ കണ്ടിട്ട്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലൊക്കെ കട്ട് ചെയ്ത് അന്ന് അമ്മ വെച്ചാൽ എല്ലാവർക്കും എത്തിക്കണ്ടേ. അപ്പോൾ 2-3 പീസൊക്കെ ആയിട്ട് കട്ട് ചെയ്തിട്ട് വറക്കും. 2 എണ്ണം വെച്ചൊക്കെ എല്ലാവർക്കും എടുക്കും. അപ്പോൾ പരിപ്പ് കറി, ചോറ്, ഉണക്കമീൻ വറുത്തത്, അതാണ് ഇന്നത്തെ പരിപാടി. അപ്പം എന്നാൽ ഉണക്കമീൻ
അപ്പം നമ്മളിനി ഉണക്കമീൻ ക്ലീൻ ആക്കുകയാണ് കേട്ടോ. ഉണക്കമീൻ്റെ തോലൊക്കെ നന്നായിട്ട് പൊളിച്ചുകൊണ്ട് കളഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ച കാരണം കൊണ്ട് വേഗം പൊളിക്കാൻ കിട്ടും. അത് പൊളിച്ച് കളഞ്ഞ് തലയൊക്കെ കളഞ്ഞ് കഴിഞ്ഞാൽ ക്ലീനായി. പിന്നെ നന്നായി 2-3 പ്രാവശ്യം കഴുകിയൊക്കെ എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് എടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, വീട്ടിലൊക്കെ അത് കട്ട് ചെയ്ത് 2-3 പീസൊക്കെ ആക്കിയിട്ടാണ് നമ്മൾ വറക്കാറ്. അപ്പോൾ എല്ലാവർക്കും 1-2 പീസൊക്കെ ആയിട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതുമാതിരി തന്നെയാണ് വറക്കണേ. ഇപ്പോൾ ഇവിടെ ഉണക്കമീൻ ഞാൻ മേടിക്കുമ്പോൾ ഞാൻ ചതച്ചിട്ട് ഒലത്താറൊക്കെ ചെയ്യലുണ്ട്. പിന്നെ ഇന്നിപ്പോൾ എന്തായാലും പണ്ട് എങ്ങനെ ചെയ്തിരുന്നത് അതുമാതിരി തന്നെയാണ് ചെയ്യണത്. അപ്പോൾ അതേ ഓയിലൊഴിച്ച് പാത്രത്തിനെ പറ്റിച്ചിട്ടുണ്ട്, ഒക്കെ ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇത് പറക്കി വയ്ക്കുന്നത്. നമ്മൾ ആവശ്യമില്ലാണ്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഈ വക സാമഗ്രികളും ഒന്നും അതിനിട്ട് അതിൻ്റെ ടേസ്റ്റ് മാറ്റി കളയണ്ട. കാരണം ഞങ്ങളിങ്ങനെയാണ് ചെയ്തിരുന്നത്, അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ചെയ്യുന്നു. ഇപ്പോൾ വറുക്കുമ്പോൾ ഞാൻ മുളക് പൊടിയൊക്കെ ഇടാറുണ്ട്. ഇങ്ങനെയല്ല, ചതച്ചിട്ട് കുത്തുമുളകൊക്കെ ഇട്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇടാറുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ വീട്ടിലെന്താണോ ചെയ്തിരുന്നത് അതുമാതിരി ഇങ്ങനെ വറുക്കണേ, വെറുതെ അങ്ങോട്ട് വറുക്കണുള്ളൂ. പിന്നെ നമുക്ക് എളുപ്പമാണല്ലോ, നമ്മൾ പണികളുടെ ആവശ്യമൊക്കെയല്ലേ. അപ്പോൾ ഇന്ന് എന്തായാലും അടുപ്പത്താണ് കറിയൊക്കെ വെക്കണേ. അപ്പോൾ നിങ്ങൾ ഇരിക്കും പരിപ്പ് കറിയൊക്കെ അടുപ്പത്താണ് വെക്കണേന്ന്. വേറെ ഒന്നല്ല, ചട്ടി പുതിയതാണ്. അപ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല, പുതിയ എന്തെങ്കിലും സാധനം മേടിച്ച് 4 ആളെ കാണിച്ചില്ലെങ്കിൽ ഒരു സമാധാനമില്ല. അപ്പോൾ പുതിയ ചട്ടി മേടിച്ചുകൊണ്ട് നമ്മൾ ആ അടുപ്പത്ത് തന്നെ ഒന്ന് വെക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. അപ്പോൾ ചട്ടി എൻ്റെ അടുപ്പത്ത് വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, നമ്മൾ ചതച്ച് വെച്ച സാധനങ്ങളൊക്കെ ഇട്ടു, വേപ്പിലിട്ടു. ഇനി അത് നന്നായി മൂത്ത് കഴിയുമ്പോൾ ഇതിനകത്ത് ഞാൻ മഞ്ഞൾപ്പൊടിയും കുത്തുമുളകും മാത്രമേ ഇടണുള്ളൂ. ഇനി മുളക് പൊടിയൊക്കെ ഇടണം എന്ന് ആഗ്രഹമുള്ളവർ അതൊക്കെ ഇട്ടാൽ കുഴപ്പമൊന്നുമില്ല, നമ്മൾ തന്നെയല്ലേ തിന്നണം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പൊടിയൊക്കെ എന്നിട്ടെന്ന് വെച്ചാൽ വാരി ഇടാം. ഞാൻ ഇപ്പോൾ മുളക് പൊടിയും കുത്തുമുളകും മാത്രമേ ഇടുന്നുള്ളൂ. പിന്നെ എനിക്ക് അധികം എരിവും വേണ്ട, അതുകൊണ്ട് ഇപ്പോൾ കുത്തുമുളകൊക്കെ ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ടേക്കുന്ന പരിപ്പിൽ മഞ്ഞൾപ്പൊടി ഇട്ടപ്പോഴേ ഇച്ചിരി കൂടി പോയിരുന്നു. പിന്നെ പിന്നെ ഉപ്പിട്ടിട്ടുണ്ട്. നന്നായി മൂത്ത് വരുമ്പോൾ പരിപ്പിനെ അങ്ങോട്ട് തട്ടാം. പരിപ്പിലാണെങ്കിൽ നന്നായി ഉടച്ച് എടുത്തിട്ടാണ് ഞാൻ തട്ടണേ. വീട്ടിലൊക്കെ ആണെങ്കിൽ എൻ്റെ അനിയനൊന്നും അധികം പരിപ്പൊന്നും ഉടഞ്ഞ് പോണത് ഇഷ്ടമല്ല, കറക്റ്റ് വെന്തിരിക്കുന്നത് മാത്രമേ ഇഷ്ടമുള്ളൂ. എനിക്ക് ഇത് നമ്മൾ ഇങ്ങനെ പൈസമാതിരി കുറുക്കിയെടുക്കും, അതാണ് എനിക്കിഷ്ടം. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടിയും ചൂടുവെള്ളമാണ് ഒഴിച്ച് കലക്കി അതിനകത്തേക്ക് ഇടുന്നുണ്ട്. പിന്നെ നന്നായി തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഇറക്കാം, അത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഉണക്കമീൻ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇട്ടപ്പോൾ കുറച്ച് കൂടുതലുണ്ടായല്ലോ, വറുത്ത് കഴിഞ്ഞപ്പോൾ കുറച്ചുള്ളല്ലോ എന്ന്. അല്ലല്ല, അത് അങ്ങനെ തന്നെ അത്ര തന്നെയുണ്ട്. പിന്നെ ഇച്ചിരി പൊടിഞ്ഞൊക്കെ പോയിട്ടുണ്ട്. പിന്നെ അത് ചവച്ചല്ലേ തിന്നണേ. അപ്പോൾ ഇന്നത്തെ എല്ലാം അടിപൊളിയായി. സോയാബീൻ്റെ കറി കാലത്ത് വെച്ചതാണ്, ഒരു ആർഭാടത്തിനൊരു പപ്പടം കൂടെ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.